ചോറ് ഒഴിവാക്കി കഴിഞ്ഞാൽ വണ്ണം കുറയുമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? അല്ലെങ്കിൽ സാലഡ് മാത്രം കഴിച്ചാൽ മതി, അല്ലെങ്കിൽ ചിക്കനും മുട്ടയും സാലഡും മാത്രം കഴിച്ചാൽ മതി വണ്ണം കുറയാൻ, അല്ലെങ്കിൽ ചപ്പാത്തി കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ആരാണ് ഈ ഡയറ്റ് ഒക്കെ തരുന്നത്? ഒരു പ്രമുഖനായ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൊടുത്ത ഡയറ്റ് എനിക്കൊരു ക്ലയന്റ് എനിക്ക് പേഴ്സണലി അയച്ചു തരികയുണ്ടായി. അപ്പൊ അതിന്റെ ബേസിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഈ ഡയറ്റ് എന്ന് പറയുന്നത് എല്ലാത്തിനെയും എടുത്ത് കളയുകയല്ല ചെയ്യുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ ഭക്ഷണത്തിനെ ക്രമീകരിക്കുകയാണ് ഡയറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചോറ് ഒഴിവാക്കുക, ഇത് ഒഴിവാക്കുക. നിങ്ങൾക്ക് ചോറ് കഴിച്ചും നിങ്ങളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഏത് ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ചോറ് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാം, മനസ്സിലായില്ലേ? നിങ്ങൾക്ക് വേണ്ട മൈക്രോ ന്യൂട്രിയൻസ് കറക്റ്റ് ആയിട്ട് എടുക്കുക. നിങ്ങൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, ഒരു 7 hours അല്ലെങ്കിൽ 8 hours നിങ്ങൾ അല്ലെങ്കിൽ അതിന് മുകളിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ന്യൂട്രിയൻസും ഭക്ഷണങ്ങളും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ടയർഡാവും, മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഇതിനെ ക്രമീകരിക്കുക. നിങ്ങളുടെ ഫിറ്റ്നസ് ഗോൾ എന്താണോ അതിനനുസരിച്ച് ഒരു പ്രൊഫഷണൽസിന്റെ അടുത്ത് ചെന്ന് അത് കൃത്യമായി ആ ഭക്ഷണത്തെ ക്രമീകരിച്ച് കഴിച്ച് കൃത്യമായി എക്സസൈസും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് മണിയായിട്ട് വരും, മനസ്സിലായില്ലേ? പട്ടപ്പട്ടയിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അതല്ലാതെ നിങ്ങൾക്ക് ക്ഷമ വേണം.